പൊടി മാറിയിട്ട് ഇപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരാശുപത്രി പോകാൻ ഒരു വണ്ടി കിട്ടാനില്ല. ഈ റോഡെല്ലാം കൂടി ഇങ്ങനെ ആയിട്ട് ഇതൊന്ന് നന്നായി കിട്ടിയാൽ വല്ലാത്ത കിട്ടലേ ഇതിന് ഇറങ്ങാറായിക്കണം മനസ്സാ. എന്തെച്ചാൽ ഇതൊന്ന് നന്നായി ഇങ്ങനെയല്ല ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കുത്തിറക്കാൻ പറ്റുള്ളൂ. ദാറുലുദൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ നടക്കലാണ് താങ്ങി പിടിച്ചുകൊണ്ടൊക്കെയാണ് ഉമ്മാനെ കൊണ്ടല്ലേ ഒരാശുപത്രിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇതിനെ ഞങ്ങൾ പൂച്ച് എത്ര വട്ടത്തേക്ക് കുട്ടികളെ ചാടൂല്ലേ, വെള്ളം നിൽക്കല്ല അതിൽ വേസ്റ്റ് വെള്ളത്തിൻ്റെ കുറ്റാണത്. ആ കുജിപ്പ് അതേ ഒരു പറഞ്ഞ് 2 മാസം കിട്ടുന്നു. ഇപ്പോഴാണ് പോലും വന്ന് നാക്കിയത്. ഈ റോഡിനൊക്കെ ഭയങ്കര അവസ്ഥയാണ്, പറ്റ മോശമാണ്. നമ്മൾ വണ്ടിയൊക്കെ പറ്റ കംപ്ലൈൻറ്റ് വരുവാണ്. നമ്മുടെ മെമ്പർമാരോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഒരു കൊടി പിടിച്ചിട്ട് ഞാൻ ശരിയാക്കി തരാറ്. ഇപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ ഗ്യാസും വരുന്നത് ഇവിടെ കണ്ട് ഒരു ഇല്ല. ഇവിടെ പോയേക്കുള്ളത് ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഞങ്ങളെ വണ്ടി എത്ര കംപ്ലൈൻറ്റ് വന്ന് ഇൻഷുറൻസ് അടക്കം വളരെ ഇതൊക്കെ ആക്കണം. അവിടെ വേറെ ആളെ വഴി തിരക്കി അവിടെ വരെ പോവുള്ളൂ, വീട് പോരൂല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടക്കാൻ വയ്യ, അത്രയും ബുദ്ധിമുട്ടില്ല. ഇവൻ്റെ ടയർ ഏകദേശം ഒരു 3 ടയറാണ് ഇവൻ്റെ നഷ്ടപ്പെട്ടത്, പൊട്ടിപ്പോയത്. ഇതുണ്ട് അടുത്തൊരു വീട്ടിൽ 4 ടയറുകളാണ്. പിന്നെ ഒരു വാഹനങ്ങൾ വന്നിട്ടുള്ള പ്രായമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. ഇത് റെസിഡൻസ് ഏരിയയാണ്. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് മുനിസിപ്പാലിറ്റി ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇന്ന് മുനിസിപ്പാലിറ്റി പോയി കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, നമ്മൾ വോട്ടർമാരായതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ മുടക്കിക്കാണ്ട് ഇതെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കുള്ള അതിൻ്റെ ഉപയോഗം അപ്പോൾ നമ്മൾ ചെയ്യണ്ടേ. അതിനു വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഞങ്ങൾ പിരിവിട്ടിട്ട് ചെയ്യുന്നതാണ്. വലിയ കല്ലുകളൊക്കെ നമ്മൾ നാട്ടുകാർ മാത്രം പിരിവിട്ടാണ്ട് എടുത്താണ്ട് സൈഡിലാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് പോയില്ലായിരുന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടുന്ന് കയറ്റുന്നില്ല, വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. അവരെ ടയർ കേടുവരാന്ന് അറിഞ്ഞുകൊണ്ട് കുടിവെള്ളത്തിനായി പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ പ്രവൃത്തി പൂർത്തിയാകാത്തതോടെ ദുരിതത്തിലായി 160ഓളം കുടുംബങ്ങൾ. പരസ്പരം പഴിചാരി കൈയൊഴിഞ്ഞ് നഗരസഭയും വാട്ടർ സപ്ലൈയും. തിരൂരങ്ങാടി നഗരസഭയിലെ 7ാം ഡിവിഷൻ ദാറുൽ ഹുദ നെച്ചുമണിൽ റോഡിൽ ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇനിയും ദുരിതത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. 4 മാസങ്ങൾക്ക് മുമ്പാണ് ദാറുൽ ഹുദ നെച്ചിമണ്ണിൽ റോഡിൽ കുടിവെള്ളത്തിനായി റോഡ് സൈഡ് കീറിയത്. ഉടൻ തന്നെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് കുഴി മൂടുകയും ചെയ്തു. എന്നാൽ ആർക്കോ വേണ്ടി എന്നോണം 1.5 അടിയിലധികം ഉയർത്തി കരിങ്കല്ലുകൾ അടക്കം പുറത്തു കാണുന്ന തരത്തിലായിരുന്നു കുഴി മൂടിയത്. ഇതോടെ വാഹനങ്ങൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം ഏറെ ദുസ്സഹമായി. വീടുകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുവാനും സാധ്യമല്ലായിരുന്നു. മാത്രവുമല്ല, പ്രദേശവാസികളുടെ വാഹനങ്ങളുടെ ടയറുകൾ നിരവധിയാണ് ഇതുമൂലം പൊട്ടിയത്. പൊടിപടലങ്ങൾ കാരണം പലർക്കും ശ്വാസം മുട്ടലുമുണ്ട്. നാട്ടുകാർ പിരിവിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന വലിയ കല്ലുകൾ മാറ്റിയത്. വയോധികരായ സ്ത്രീകളടക്കമുള്ള പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ പോലും വാഹനങ്ങൾ വരാറില്ല എന്നത് ഇവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. റോഡിൻ്റെ ദുരവസ്ഥ പറയുമ്പോൾ പരസ്പരം പഴിചാരി കൈയൊഴിയുകയാണ് നഗരസഭയും വാട്ടർ സപ്ലൈയും. പൊടിപടലം കാരണം ആരോഗ്യ പ്രശ്നമുണ്ടെന്നും റോഡിൻ്റെ അവസ്ഥ മൂലം വാഹനങ്ങൾ ഇതുവഴി വരാൻ തയ്യാറാകുന്നില്ലെന്നും 1 കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. പൊടി മാറിയിട്ട് ഇപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരാശുപത്രി പോകാൻ ഒരു വണ്ടി കിട്ടാനില്ല. ഈ റോഡെല്ലാം കൂടി ഇങ്ങനെ ആയിട്ട് ഇതൊന്ന് നന്നായി കിട്ടിയാൽ വല്ലാത്ത കിട്ടലേ ഇതിന് ഇറങ്ങാറായിക്കണം മനസ്സാ. എന്തെച്ചാൽ ഇതൊന്ന് നന്നായി ഇങ്ങനെയല്ല ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കുത്തിറക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ദാറുലുദൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ നടക്കലാണ് താങ്ങി പിടിച്ചുകൊണ്ടൊക്കെയാണ് ഉമ്മാനെ കൊണ്ടല്ലേ ഒരാശുപത്രിക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഉമ്മാക്ക് 78 വയസ്സായിക്കണം. ഈ പേരിലാണ് ആണുങ്ങളും ഇല്ല, കൊണ്ടുവരാനും ഒന്നിനും ആളില്ലാനും. എന്തോ ഒരു കഷ്ടകാലമുണ്ട്. പൊടി പാറിയിട്ട് തൈരിൽ വരെ നമ്മളെ ബുദ്ധിമുട്ട് ആർക്കും ഇല്ല. നമുക്ക് പ്രായം പറഞ്ഞിട്ടില്ലാനോ സഹായിച്ചിങ്ങനെ ചെയ്യാനോ. 4 ദിവസം വരെ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇല്ല. ഇതിനെ ഞങ്ങൾ പൂച്ച് എത്ര വട്ടത്തേക്ക് കുട്ടികളെ ചാടൂല്ലേ, വെള്ളം നിൽക്കല്ല അതിൽ വേസ്റ്റ് വെള്ളത്തിൻ്റെ കുറ്റാണത്.
ആ കുജിപ്പ് അതേ ഒരു പറഞ്ഞ് പിന്നെ നന്നായി 2 മാസം അത്തേക്ക് 2 മാസം കിടന്ന് ഇപ്പോഴാണ് പോലും വന്ന് നന്നാക്കിയത്. ഒരു പണി എടുക്കുമ്പോ ACB വീറുമ്പോഴേ ഞങ്ങളൊന്നും പണില്ല. ഇതിന്റെ ഈ സൈഡിലുള്ള കല്ലുകളൊക്കെ നാട്ടുകാർ മാറ്റിയിട്ടല്ലേ? ഇതൊക്കെ നാട്ടുകാർ മാറ്റിയിട്ടാണ്. മുനിസിപ്പാലിറ്റി മാറ്റിയതാണോ? അല്ലല്ല, നാട്ടുകാർ മാറ്റിയത്. ഞങ്ങളൊരു ദിവസം വണ്ടിയായിട്ട് വന്ന് ചക്രം വണ്ടിമ കയറി ആകെ ചുയിപ്പായി കിടന്ന്. അന്നൊക്കെ ഇവിടെ കരിങ്കല്ല് അറിഞ്ഞെടുക്കായിരുന്നു മുറ്റത്തൊക്കെ. ഇപ്പൊ ഇതൊക്കെ കുട്ടികൾ കൊണ്ട് എല്ലാവരും കൂടി വിറ്റിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികൾക്ക് നടക്കാൻ വയ്ക്കണ്ടേ, എല്ലാം കൂടി ഇതിൽ ഒരു കുന്നാക്കിയിട്ടൊക്കെ ഇവിടെ അത് അങ്ങോട്ട് നീക്കിയിട്ടൊക്കെ. കുഴി അടയ്ക്കുന്നതിനായി ഉപയോഗിച്ച വലിയ കരിങ്കല്ലുകൾ പിരിവിട്ടാണ് നീക്കം ചെയ്തതെന്നും വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പതിവാണെന്നും നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ ഇത് വാട്ടർ സപ്ലൈയുടെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു. വാട്ടർ സപ്ലൈ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നഗരസഭയാണ് ചെയ്തു തരേണ്ടെന്ന് പറഞ്ഞ് അവരും കൈയൊഴിയുകയാണ് ഉണ്ടായതെന്നും ഉടനടി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഏകദേശം ഈ പൈപ്പ് ലൈനിന് വേണ്ടി ഒരു 3.5 മാസത്തോളം ഇത് പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ചിട്ട് ഇതുവരെ അതിൻ്റെ പണികളൊന്നും തീർത്തിട്ടില്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്നില്ല. മുനിസിപ്പാലിറ്റി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദി വാട്ടർ സപ്ലൈ ആണെന്ന് പറയുന്നത്. വാട്ടർ സപ്ലൈ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് അധികാരമില്ല, ഞങ്ങൾ കോൺട്രാക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾ ഇന്നും മുനിസിപ്പാലിറ്റി പോയിരുന്നു. മുനിസിപ്പാലിറ്റി പോയപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കല്ല ഇതിൻ്റെ അധികാരങ്ങൾ, പിന്നെ അതിൻ്റെ അധികാരം വാട്ടർ സപ്ലൈക്കാണെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ ഇവൻ്റെ ടയർ ഏകദേശം ഒരു 3 ടയറാണ് ഇവൻ്റെ നഷ്ടപ്പെട്ടത്, പൊട്ടിപ്പോയത്. ഇതുണ്ട്. അടുത്തൊരു വീട്ടിന് 4 ടയറുകളാണ്. പിന്നെ ഒരു വാഹനങ്ങൾ വന്നിട്ടുള്ള പ്രായമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. ഇത് റെസിഡൻസ് ഏരിയ ആണ്. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് മുനിസിപ്പാലിറ്റി ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇന്ന് മുനിസിപ്പാലിറ്റി പോയി കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഇതിനു വേണ്ടി 2 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് വളരെ മോശമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ജനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടാണ്. ശരി, നമ്മൾ പൊട്ടന്മാരായതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ മുടക്കിക്കാണ്ട് ഇതെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കുള്ള അതിൻ്റെ ഉപയോഗം അപ്പോൾ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഞങ്ങൾ പിരിവിട്ടിട്ട് ചെയ്യുന്നതാണ്. ആ വീട്ടിലെ റോഡ് ഇതേ അവസ്ഥയിലാണ്. ഈ വലിയ വലിയ കല്ലുകളൊക്കെ നമ്മൾ നാട്ടുകാർ മാത്രം പിരിവിട്ടാണ്ട് എടുത്താണ്ട് സൈഡിലാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് പോയില്ലായിരുന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടുന്ന് കയറ്റുന്നില്ല, വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല. അവരെ ടയർ കേടുവരാന്ന് അറിഞ്ഞുകൊണ്ട് കാലുകൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ്. ആശുപത്രി പോയി വരുമ്പോൾ അവിടെ വേറെ ആളെ വഴി ചേർക്കാൻ അവിടെ വരെ പോവുള്ളൂ, ഇങ്ങോട്ട് പോരൂലാറ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടക്കാൻ വയ്യ, അത്രയും ബുദ്ധിമുട്ടില്ല. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണെന്നും വാഹനം ഇതുവഴി വന്നാൽ പിന്നെ വാഹനത്തിന് പണി വരികയാണെന്നും തിരൂരങ്ങാടി നഗരസഭയിൽ മാത്രമുള്ളൂ ഇത്തരത്തിൽ റോഡ് കീറി ടാർ ചെയ്യാത്തതെന്നും മറ്റുള്ള ഇടങ്ങളിൽ ഇത്ര പ്രശ്നമില്ലെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ഈ റോഡിന് ഭയങ്കര അവസ്ഥയാണ്, പറ്റ മോശമാണ്. നമ്മൾ വണ്ടിയൊക്കെ പറ്റ കംപ്ലൈൻറ്റ് വരുന്നത്. നമ്മുടെ മെമ്പർമാരോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഒരു കൊടി പിടിച്ചിട്ട് ഞാൻ ശരിയാക്കി തരാറ്. ഇപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ ഗ്യാസും വരണം. ഇവിടെ കണ്ട് ഒരു ഇല്ല, ഇവിടെ മോയൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഞങ്ങളെ വണ്ടി എത്ര കംപ്ലൈൻറ്റ് നിന്ന് ഇൻഷുറൻസ് അടക്കം ഇതൊക്കെ ആക്കണം. വണ്ടി എന്താക്കാനുള്ളൂ. ആ 30 രൂപ ഓട്ടത്തിനാണ് ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കംപ്ലൈൻറ്റ്. എല്ലായിടത്തും വേറെ ഭാഗത്ത് പോയൊക്കെ പൊടിഞ്ഞ ഭാഗത്ത് പോയി എല്ലായിടത്തും റോഡ് ഫുള്ള് റോഡിട്ട് ക്ലിയർ ചെയ്യണം. ഇവിടെ ഈ ഭാഗത്ത് മാത്രം മുനിസിപ്പാലിറ്റിക്ക് മാത്രം വടക്കേമ്പറ റോഡ് പറ്റ മോശമാണ്. അപ്പം ചാളക്കണ്ടി മറ്റേ തെക്കേ ഭാഗത്തുള്ള ചാളക്കണ്ടി റോഡ് അത് പറ്റ മോശമാണ്. ബാക്കി എല്ലാം ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. 160ഓളം കുടുംബങ്ങളാണ് നഗരസഭയുടെയും വാട്ടർ സപ്ലൈയുടെയും അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. പരസ്പരം പഴിചാരി കൈയൊഴിയുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങളുടെ ദുരിതത്തിന് നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം പൈപ്പിടുന്നതിനായി കുഴിയെടുത്ത ശേഷം തോന്നിയ പോലെ കുഴിയടച്ച് പ്രഹസനം കാണിച്ച് നാട്ടുകാർ ദുരിതമനുഭവിക്കട്ടെ എന്ന മനോഭാവമാണ് വാട്ടർ സപ്ലൈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വയോധികരടക്കമുള്ളവരും രോഗികളുമെല്ലാം റോഡിൻ്റെ ദുരവസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ്. ഉടനടി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.